ഷെയ്നിന്റെ കൂടെ ഞങ്ങൾ ആരും ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. പ്രശ്നമൊന്നുമില്ലാത്തൊരു സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ അധികം പോലീസുകാരുടെ ആവശ്യമില്ല അവിടെ. ആവശ്യമില്ല. അത് കറക്റ്റാ. അങ്ങനെ പ്രോബ്ലംസ് ഒന്നും ഇല്ല അവിടെ. രണ്ട് വനിതാ പോലീസുകാരായാലും ഒരാളാണ് ഞാൻ. പ്രശ്നക്കാരിയാണോ? അല്ല, അയ്യോ ഒരിക്കലും അല്ല. അയ്യോ ഞാനാ പാവം. നമ്മളിങ്ങനെ പല ഇതിലൊക്കെ കേൾക്കുമല്ലോ ഷെയ്ൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ വളരെ എന്താ പറയുക പങ്ക്ച്വൽ ആൻഡ് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് ഷെയ്ൻ. ദൃശ്യം 3 ടീസർ കഴിഞ്ഞ ദിവസം ഇറങ്ങിയപ്പോൾ എന്തൊക്കെ തിയറീസാണ് വരുന്നത്. എൻ്റെ ഡിറൈവ് ചെയ്ത് ഞങ്ങൾ സാറിന്റെ മോളെടുത്ത് പഠിച്ച പണി പതിനെട്ട് നോക്കി ദൃശ്യം 3D എന്തെങ്കിലും ഒരു മിണ്ടിയില്ല, ഓടിക്കളഞ്ഞു. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചത് വാഴൂര് ആയിരുന്നു, കോട്ടയത്ത് വാഴൂര്. 1940 സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള അല്ലേ? ദൃഢം സിനിമ തിയേറ്ററിലെത്താൻ എനിക്ക് ദൃഢം ടീമാണ് ഇന്ന് നമ്മുടെ ഇവിടെ ക്യൂ സ്റ്റുഡിയോയിലുള്ളത്. ദിനേശ് ചേട്ടാ, കൃഷ്ണപ്രഭ, രമേശ് ചേട്ടാ, ശോഭി ചേട്ടാ, മാർട്ടിൻ, വിത്ത് ഓൾ ലവ് ആൻഡ് റെസ്പെക്ട്, വെൽക്കം ടു ക്യൂ സ്റ്റുഡിയോ. Thank you so much. Thank you. ആദ്യം ഞാൻ ഡയറക്ടറിൽ നിന്ന് തുടങ്ങാം, കപ്പിത്താനിൽ നിന്ന് തുടങ്ങാം. പോലീസ് സ്റ്റോറീസ് നമ്മൾ മലയാള സിനിമയിലും സ്പെഷ്യലി നമ്മൾ മലയാളികൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത ജോണേഴ്സ് ഇല്ല, എക്സ്പ്ലോർ ചെയ്യാത്ത ഇൻഡസ്ട്രീസ് ഇല്ല, എക്സ്പ്ലോർ ചെയ്യാത്ത സിനിമകളില്ല. സോ ഇതിൽ നിന്ന് എന്താണ് ദൃഢം ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത് ആൻഡ് വാട്ട് ഇസ് ദൃഢം സ്പെഷ്യൽ? ദൃഢം ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള SI വിജയ് രാധാകൃഷ്ണൻ എന്ന ക്യാരക്ടറാണ് ഷെയ്ൻ ചെയ്യുന്നത്. പുള്ളിയുടെ സർവീസിലെ ആദ്യത്തെ പോസ്റ്റിംഗ് ആണ്. പുള്ളി സ്റ്റേഷനിലേക്ക് ചാർജ് എടുക്കാൻ വരുന്നു. പുള്ളി അവിടെ ചാർജ് എടുത്തു കഴിഞ്ഞ് പുള്ളിക്ക് അവിടെ കുറച്ച് പ്രശ്നങ്ങൾ നേരിടുന്നു. അപ്പോൾ അതെങ്ങനെ പുള്ളി സർവൈവ് ചെയ്യുന്നു, ഒരു തുടക്കാരനാണല്ലോ, അത് പുള്ളി എങ്ങനെ സോൾവ് ചെയ്യുന്നു. ഈ പുള്ളിയുടെ ക്യാരക്ടറിൻ്റെ ഒരു ഇമോഷൻസിൻ്റെ പല ഘട്ടങ്ങളുണ്ട്. അതിലൂടെ ട്രാവൽ ചെയ്യുന്ന സിനിമയാണ് ദൃഢം. അത് നമ്മുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജോണറിൽ കൂടെ പറഞ്ഞു പോകുന്നു. ദൃഢം അതാണ് സിമ്പിളായിട്ട് ദൃഢം. അതാണ് സിമ്പിളായിട്ട് ദൃഢം. എനിക്ക് സ്പെഷ്യലി എനിക്ക് കാസ്റ്റിങ്ങിനെ കുറിച്ച് ചോദിക്കാനുള്ളത്. കാരണം ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ നമ്മുടെ കൂടെ ഉണ്ട്. ഇതല്ലാതെ കാസ്റ്റിംഗ് ഡയറക്ടർ കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു നോട്ടം. അതാണ് ഞാനിപ്പോ ഞാനാണോ? അല്ലല്ലോ. എത്രയോ വർഷങ്ങളായിട്ട് കാസ്റ്റിംഗ് ഇല്ല, പക്ഷെ ഇപ്പോഴും അങ്ങനെ പേര് എനിക്കുണ്ട്. ഈ കാസ്റ്റിംഗ് ഡയറക്ടറും കൂടെ ഉള്ളതുകൊണ്ട് ഇപ്പൊ ഇവരെ 4 പേരും നമ്മളെ കൂടെ ഉള്ളതുകൊണ്ട് നോക്കുമ്പോൾ ഇവര് 4 പേരും ഈ ത്രില്ലർ സിനിമ അല്ലെങ്കിൽ ഒരു ക്രൈം ത്രില്ലറിന്റെ ബേസിക് ആയിട്ട് എല്ലാവരെയും കാണുന്ന ഒരു വെരി ലേറ്റസ്റ്റ് നോക്കുകയാണെങ്കിൽ തുടരും ഉണ്ടായിരുന്നു, പിന്നെ ദൃശ്യം, അങ്ങനെയുള്ള ഒരു കാസ്റ്റിംഗ് എന്താണ് ഇങ്ങനെ ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം? അല്ല, എനിക്ക് അങ്ങനെ ഇപ്പൊ ഷെയ്ൻ സെൻട്രൽ ക്യാരക്ടർ ആണല്ലോ, എനിക്ക് പുള്ളിയുടെ കൂടെ ടീമാണ് ഇവര്. അപ്പോൾ എനിക്കൊരു ഫ്രഷ് ഫേസസ് വേണം. നമ്മളിപ്പോൾ യൂഷ്വൽ ഒരു നായകനുണ്ട്, നായകൻ്റെ കൂടെ കുറച്ച് ആൾക്കാർ കാണും ഒരു ടീമിൽ, യൂഷ്വൽ കുറേ ഫേസുകളുണ്ട്. എനിക്ക് അതല്ലാതെ കുറച്ചും കൂടെ എന്താ ഒരു പുതിയ ടീം പോലെ നമുക്ക് ഫീൽ ചെയ്യണം. അങ്ങനെയാണ് ഞാൻ ഇവരിലേക്ക് എത്തുന്നത്. ഞാൻ ദിനേശിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്, കൃഷ്ണപ്രഭയോട് വർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ശോഭിച്ചേനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ എനിക്ക് നേരത്തെ അറിയാം, നല്ല ആർട്ടിസ്റ്റ് ആണെന്ന് അറിയാം. പിന്നെ രമേശ് ചേട്ടൻ, ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയാ ആരാധനാണ്. അപ്പൊ അങ്ങനെ ഞാൻ ഇവരിലേക്ക് എത്തുമായിരുന്നു. ബേസിക്കലി ഒരു പുതിയ ടീം പോലെ നമുക്ക് ഫീൽ ചെയ്യണം ആൾക്കാർക്ക്, ഓഡിയൻസിന് കാണുമ്പം. അതാണ് എനിക്ക് വേണ്ടിയിരുന്നത്. അപ്പം അത് കിട്ടുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ട്രെയിലറിലേക്ക് ഇറങ്ങിയപ്പോഴും അതിന്റെ റെസ്പോൺസ് ഒക്കെ എനിക്ക് അങ്ങനെ കിട്ടിയത്. അതെ, ഈ ഷെയ്നിന്റെ കൂടെ ഞങ്ങൾ ആരും ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. ഓ നൈസ്. ഇപ്പൊ നിങ്ങൾ 4 പേര് നോക്കുകയാണെങ്കിൽ നായകന്മാരുടെ ടീമിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ആണ്. ഓക്കെ, എന്തെങ്കിലും നമുക്ക് ഇതിൽ നന്നായിട്ട് പ്രതീക്ഷിക്കാന്നുള്ളത്. അങ്ങനെ വന്നിട്ടുള്ള കാസ്റ്റിംഗ് മെയിൻ ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ 4 പേര്. ഞാൻ ശോഭി ചേട്ടനെ തുടങ്ങാണ്. ശോഭി ചേട്ടാ, എന്താണ് ദൃഢത്തിലെ ക്യാരക്ടർ? പോലീസുകാരനാണെന്ന് അറിയാം, അതല്ലാതെ എന്താണ് ശോഭി ചേട്ടന്റെ ദൃഢം? ദൃഢം ഇപ്പോൾ മാർട്ടിൻ പറഞ്ഞ പോലെ ഷെയ്ൻ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പോലീസ് സ്റ്റേഷൻ, അത് വളരെ റിമോട്ടായിട്ടുള്ള ഒരു ഏരിയ, അവിടെ ഉള്ളൊരു സാധാ പോലീസ് സ്റ്റേഷൻ. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ സമാധാനപരമായി പോകുന്ന നല്ല നാട്ടുകാരുള്ള ഒരു സ്റ്റേഷൻ. ആ സ്റ്റേഷനിലെ ASI ആണ് ഞാൻ. അതായത് SI ഇല്ലാത്തത് കൊണ്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരു പോലീസ് ഓഫീസർ. അതാണ് എൻ്റെ കഥാപാത്രം. ഇൻചാർജ്. അതെ, ഇൻചാർജ്. SI വരുന്നത് വരെ എന്തായാലും ഇൻചാർജ് ASIക്കായിരിക്കും. അപ്പോൾ അങ്ങനെ ASI ഇല്ലെങ്കിൽ പിന്നെ മുതിർന്ന കോൺസ്റ്റബിൾ. അങ്ങനെ നമ്മുടെ ഷെയ്ൻ്റെ ക്യാരക്ടർ, വിജയ് എന്നൊരു ക്യാരക്ടർ, അദ്ദേഹത്തിൻ്റെ എന്താ ലൈഫിലെ ആദ്യത്തെ പോസ്റ്റിംഗ് ആയിട്ട് അവിടെ വരുന്നു. അപ്പോൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു, അദ്ദേഹത്തെ ഈ പറയുന്ന സ്റ്റേഷനും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താനും ഇവിടുത്തെ ആൾക്കാരെക്കുറിച്ചും ഇവിടുത്തെ ഒരു ഈവൻ ആ പോലീസ് സ്റ്റേഷൻ അതിർത്തി വരെ കാണിച്ചു കൊടുക്കലും അങ്ങനെയുള്ള. അപ്പോൾ ആദ്യമായിട്ട് വരുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്
അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ASI. അതാണ് എൻ്റെ കഥാപാത്രം. ഓക്കെ. ഹെഡ് കോൺസ്റ്റബിൾ അല്ല ഈ പോലീസുകാരെല്ലാവരും അദ്ദേഹം ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് വരുമ്പം കൂടെ നിന്ന് അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹത്തിന് വേണ്ട എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും മറ്റ് പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ SI സാധാരണ ചില സൗന്ദര്യപ്പിണക്കവും കാര്യങ്ങളെല്ലാം ഉള്ളിൽ ഒക്കെയുള്ള ചില പ്രശ്നങ്ങൾ കാണുമല്ലോ. ഇത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തോടൊപ്പം എല്ലാവരും നിൽക്കുന്നു. അതാണ് ഈ പോലീസ് സ്റ്റേഷൻ്റെ ഇത്. അദ്ദേഹം അതുപോലെ തന്നെ എല്ലാവരോടും ആ ഒരു രീതിയിൽ പെരുമാറുന്നു. അദ്ദേഹം അതിന് സംശയമുള്ള കാര്യങ്ങൾ മുതിർന്ന ആളുകൾ എന്നുള്ള രീതിയിൽ ഞങ്ങളോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഒക്കെ മുന്നോട്ട് പോകുന്നു. സൗഹൃദം മെയിൻ ആയിട്ട്. അതെ അതെ, അങ്ങനെ. ഓക്കെ. ഇങ്ങനത്തെ ഈഗോ അടികൾ ഏറ്റവും ഇതിനകത്ത് വനിതാ പോലീസിനോട് ഉൾപ്പെടെ ആ ഒരു നല്ലൊരു 2 വനിതാ പോലീസ് ഒരു സ്റ്റേഷനിൽ ഇത്രയും പോലീസ് ഇത്ര പെർസെൻറ്റ് വനിതാ പോലീസ് വേണമെന്ന നിയമമൊക്കെ ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ആ ഒരു ഇത് വെച്ചുകൊണ്ട് മാത്രം 2 വനിതാ പോലീസിന് ഞങ്ങൾ മനസ്സിലായില്ലേ? പക്ഷേ പ്രശ്നമൊന്നുമില്ലാത്തൊരു സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ അധികം പോലീസുകാരുടെ ആവശ്യമില്ല. അത് കറക്റ്റാ. അങ്ങനെ പ്രോബ്ലംസ് ഒന്നും ഇല്ല അവിടെ. നല്ലൊരു സ്റ്റേഷൻ. അതുകൊണ്ട് മര്യാദ ഉള്ള 2 വനിതാ പോലീസുകളാണ്. ഈ പറഞ്ഞ പോലെ തന്നെ 2 വനിതാ പോലീസുകാരായാലും ഒരാളാണ് ഞാൻ, രമ്യ സുരേന്ദ്രൻ. ഒരാള് സാനിയ ചെയ്യുന്ന ക്യാരക്ടറും. അപ്പൊ കമ്പാരിറ്റീവ്ലി സാനിയേക്കാളും സീനിയർ ഞാനാണ്. അപ്പൊ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു മെച്യൂരിറ്റി ഉണ്ട്. പിന്നെ പ്രശ്നക്കാരിയാണോ? അല്ല, അയ്യോ ഒരിക്കലും അല്ല. അയ്യോ ഞാനാ പാവം. പൊതുവെ കാണുന്ന പോലുള്ള പ്രശ്നമൊന്നുമില്ല. അങ്ങനെ എവിടുന്നേലും ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. സ്ക്രീനാണ് പ്രശ്നം എന്നാണ് പറയുന്നത്. ഓ, ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാ കേട്ടോ. അത് പ്രശ്നക്കാരിയാണോ ചോദിച്ചത്? ഓൺ സ്ക്രീൻ. ദിനേശ് ചേട്ടാ, ട്രെയിലറിലൊരു ഡയലോഗ് ഉണ്ട്, അവന്മാരെ നമുക്കിട്ട് പണിയാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് തിരിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു എൻഡിലുണ്ട്. ആരായാലും അവരെ നമുക്ക് പോകണം സാറേ എന്നാണ് പറയുന്നത്. ഇത്ര കോൺഫിഡൻസ് ഉള്ള ദൃഢത്തില് എന്താണ്? ഇല്ല, നമ്മളൊരു ടീമാണ്. ഇപ്പൊ ഞങ്ങൾ 3 പേരും കൂടാതെ ഈ പറഞ്ഞ ഒരു സാനിയ ഉണ്ട്, പിന്നെ നന്ദനുണ്ണി, വിനോദ് ബോസ് എന്ന് പറഞ്ഞ 2 ആക്ടേഴ്സും കൂടി ഉണ്ട്. അപ്പൊ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ടീമാണ്. അപ്പൊ പുതിയതായിട്ടൊരു SI ചാർജ് എടുക്കാൻ വരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു ഏരിയയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഓരോ തിരിച്ചടികൾ കിട്ടുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ ടീം ഒന്ന് സ്ട്രോങ് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഡയലോഗാണ്. അതായത് നമ്മൾ അതൊരു ക്രൂഷ്യൽ പോയിന്റ് പറയുന്ന ഡയലോഗാണ്. അതെ, ഒരു ക്രൂഷ്യൽ പോയിന്റിൽ എത്തുമ്പോൾ പോലീസുകാർക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടി വരികയാണ്. കാരണം ഇപ്പോൾ നമുക്ക് അത് തിരിച്ച് എന്താ പറയുക, എതിർത്തേ മതിയാവുള്ളൂ എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ. അപ്പം അങ്ങനെ അപ്പോൾ ഈ പറഞ്ഞ പോലെ ഷെയ്ൻ്റെ ഒപ്പമുള്ള ഫസ്റ്റ് വർക്കാണ്. ഞാൻ വേറെ ഇൻ്റർവ്യൂവിൽ ബാക്ക് ടു പറയായിരുന്നു, എൻ്റെ സിനിമയിലെ തുടക്ക സമയത്ത് ഞാൻ ഷെയ്ൻ്റെ വാപ്പിച്ചത് അബിക്കയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് രസികൻ എന്ന് പറഞ്ഞ പടത്തിൽ തുടക്ക സമയത്ത്. അപ്പോൾ ഞാൻ ഷെയ്നോട് വന്നപ്പോൾ പറഞ്ഞു, വാപ്പിച്ചോടെ ഞാൻ അഭിനയിച്ചു, ഇനി നിൻ്റെ കൂടെയും അതേപോലെ ഞാൻ തിലകൻ സാറിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് ഒരു പടത്തിൽ. അപ്പോൾ ശോഭിച്ചേൻ്റെ കൂടെ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതുപോലെ രമേശ് ചേട്ടനെ അറിയാം, പക്ഷെ ഒരുമിച്ച് അഭിനയിക്കുന്ന ആദ്യമായിട്ടാണ്. ഇപ്പോൾ ഈ വിനോദും ഒക്കെ ആയിട്ട്. നന്ദനുണ്ണിയായിട്ട് ഞാൻ മുന്നേ അഭിനയിച്ചിട്ടുണ്ട്. മാറ്റിനെ നേരത്തെ അറിയാം, ദൃശ്യത്തിൽ ഞങ്ങൾ ദൃശ്യം 2 ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ല ടീം, നല്ലൊരു കഥ വന്നപ്പോൾ പോയി. അപ്പോൾ ഷെയ്നിൻ്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാവും എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ലൈക്ക് ഇപ്പോൾ നമ്മളിങ്ങനെ പല ഇതിലൊക്കെ കേൾക്കുമല്ലോ ഷെയ്ൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ വളരെ എന്താ പറയുക, പങ്ക്ച്വൽ ആൻഡ് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് ഷെയ്ൻ. അത് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമാണ്. കാരണം അത്രയും കംഫർട്ടബിൾ ആയിരുന്നു ഞങ്ങൾ ലൊക്കേഷനിൽ. എല്ലാവരും ഭയങ്കര കമ്പനി ആയിരുന്നു. അപ്പോൾ ഒരു ഭയങ്കര എൻജോയബിൾ ആയിരുന്നു നമുക്ക് ഈ ഷൂട്ടിംഗ് പ്രോസസ്സ്. ജിത്തു ജോസഫ് സ്കൂൾ ഒരു വലുതായിരുന്നു. ഇപ്പോൾ ഡെബ്യൂ സിനിമയാണ്, അതിന് ഹ്യൂജ് കൺഗ്രാറ്റുലേഷൻസ്. എന്തായിരുന്നു ജിത്തു ജോസഫിന്റെ ഈ ദൃഢത്തിലുള്ള ഒരു ഇൻഫ്ലുവൻസ് ആൻഡ് വാട്ട് വാസ് ജിത്തു ജോസഫ് സ്കൂൾ ഓഫ് ലേണിംഗ്? ഞാൻ സാറിൻ്റെ കൂടെയാണ് സിനിമയിൽ തുടങ്ങിയത്. സാറിൻ്റെ കൂടെ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അതാണ് സാറില്ലെങ്കിൽ ഞാൻ ഒരിക്കലും സിനിമ ചെയ്യത്തില്ല. അപ്പം എന്താണ് ദൃഢത്തിലുള്ള ഇൻഫ്ലുവൻസ് വെച്ച് കഴിഞ്ഞാൽ, സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് ഞാൻ സാറിൻ്റെ അടുത്താണ് പറയുന്നത്. സാറിൻ്റെ AC നിന്നാണ് ദൃഢം ഉണ്ടാകുന്നത്. ഈ പരിപാടി കൊള്ളാം, നമുക്കിത് വർക്കൗട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ സാറിൻ്റെ ഒരു AC നിന്നാണ് ദൃഢം ഉണ്ടാകുന്നത്. പിന്നെ അവിടുന്ന് ഇവിടം വരെ സാറ് കട്ടയ്ക്ക് തന്നെ കൂടെ ഉണ്ട്. ഞാനിതിന്റെ ഒരു പ്രൊമോറിയിലൊക്കെ കണ്ടിരുന്നു, സാറ് ഇവന്റെ പണി കഴിഞ്ഞ വീട്ടിൽ നിന്ന് ദൃശ്യത്തിന്റെ ടീച്ചറാന്ന് പലരും വിചാരിച്ചത്. ടീച്ചർ കാരണം മറ്റേ രാത്രി തൂമ്പയായിട്ട് ഇറങ്ങി വരുന്നു. അതിലെന്തോ സംഭവമാണ്, സാറും അഭിനയിക്കുന്നുണ്ടോ എന്നൊക്കെ ചിലരൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അതെ, ഇപ്പൊ പറഞ്ഞല്ലോ, എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേനും. 3 സാർ അഭിനയിക്കുന്നുണ്ടോ, ദൃശ്യം 3 ആ പോലീസ് സ്റ്റേഷനൊക്കെ വേറെ വീടാക്കിയോ? അതായത് ജനങ്ങളെ എത്രമാത്രമേ മനസ്സിലേക്ക് ചിന്തിക്കാനും അല്ലെങ്കിൽ
അവൻ്റെ ഓർമ്മയിൽ നിന്ന് നിങ്ങൾ തങ്ങി നിർത്താൻ വേണ്ടിയിട്ടുണ്ടായ ഒരു ഇതാണ് സിനിമയുടെ ഒരു ബലം എന്ന് പറഞ്ഞത്. അതെ 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 നമ്മുടെ മീഡിയ, ഓരോ മീഡിയയ്ക്കും അതിൻ്റെതായ ഒരു ഇതുണ്ടല്ലോ, അതിൻ്റെ സ്ട്രോങ് എന്തുമാത്രം ഉണ്ടെന്ന്, അതിൻ്റെ ആഴം പരപ്പത്ര ഉണ്ടെന്ന്. ദൃശ്യം 3 ടീസർ കഴിഞ്ഞ ദിവസം ഇറങ്ങിയപ്പോ എന്തൊക്കെ തിയറീസാ വരുന്നത് എന്റെ ദൈവമേ. ഡിറൈവ് ചെയ്ത് ഉണ്ടോ? ആൾക്കാര് കാട് കടന്ന് ചിന്തിച്ചില്ലേ? ആ കാട് കാട് കടന്ന് കടന്ന് ചിന്തിച്ച് എന്തൊക്കെയോ ഞങ്ങള് സാറിന്റെ മോളെടുത്ത് പഠിച്ച പണി വേണ്ടിട്ട് നോക്കി ദൃശ്യം 3യുടെ എന്തെങ്കിലും ഒരു clue കിട്ടാൻ. എന്തെങ്കിലും ഒരു മിണ്ടിയില്ല, ഓടിക്കളഞ്ഞു. ഇപ്പൊ പല സ്കൂളുകളിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ തരുൺ ഉണ്ട്, പിന്നെ മഹേഷ് ഏട്ടനുണ്ട്, ജീത്തു, എല്ലാവരും ഉണ്ട്. ഇതല്ലാതെ ഇവിടെ ഒരു മാർട്ടിൻ സ്കൂൾ ഉണ്ടല്ലോ. എങ്ങനെയുണ്ടായിരുന്നു മാർട്ടിൻ സെറ്റില്? മാർട്ടിന്റെ സ്കൂളിംഗ് എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പൊ നിങ്ങളൊക്കെ പോലീസ് വേഷമാണ് ചെയ്യുന്നത്. സോ അതിന്റെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഇൻപുട്ടുകൾ, പോലീസുകാരെ നിരീക്ഷിക്കാൻ പറയാന്നൊക്കെ നമ്മുടെ റോന്ത് സിനിമയിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ ആ ഒരു സ്കൂളിംഗ് എങ്ങനെയായിരുന്നു ഫ്രം മാർട്ടിൻ? അല്ല, മാർട്ടിനെ സംബന്ധിച്ച് മാർട്ടിന് ഈ ഈ സബ്ജക്റ്റിനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. അതിൽ ഓരോ കഥാപാത്രങ്ങളുടെയും ഒരു ആകത്തുക, ഇൻവോൾവ്മെന്റ് എന്തായിരിക്കണം, ഓരോ സീനും എങ്ങനെയായിരിക്കണം എന്ന് നേരത്തെ തന്നെ ഉള്ള മനസ്സിലുണ്ട്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എത്രമാത്രം സ്വാതന്ത്ര്യം തരാൻ പറ്റുമോ അത്രമാത്രം സ്വാതന്ത്ര്യം തന്ന് ഞങ്ങളെ സേഫ് ആക്കിക്കൊണ്ട്, ഞങ്ങളെ എന്താ പറയുക, ഒരു തരത്തിലും നമ്മൾക്ക് ഫോഴ്സ്ഫുള്ളി ചെയ്യാതെ നല്ല രീതിയിൽ ഈ ഓരോ സീനും ഡെവലപ്പ് ചെയ്യാനായിട്ട് മാർട്ടിൻ്റെ ഭാഗത്ത് നിന്ന് ഭയങ്കര സപ്പോർട്ട് ഞങ്ങൾക്ക്. കാരണം അങ്ങനെ ആയിരിക്കണം ഒരു ക്യാപ്റ്റൻ. ഒരു ക്യാപ്റ്റൻ തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും. ഒരു സിനിമ ചെയ്യുമ്പോൾ എല്ലാവരെയും അതിനകത്ത്, കാരണം ഈ ആർട്ടിസ്റ്റുകളിലൂടെയാണല്ലോ ഈ കഥ പുറത്തു വരുന്നത്. അപ്പോൾ ടെക്നീഷ്യന്മാരെക്കാൾ ഉപരി ആർട്ടിസ്റ്റുകളെ സേഫ് സോണിൽ അവരുടെ മാനസികമായിട്ടുള്ളവർക്ക് പ്രഷർ കൊടുക്കാതെ നല്ല രീതിയിൽ അത് മേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒരു ക്യാപ്റ്റൻ ചെയ്യേണ്ടത്. അത് വളരെ ഭംഗിയായിട്ട് മാർട്ടിൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളിൽ നിന്ന് എന്താണോ വേണ്ടത് അത് കൃത്യമായിട്ട് ചോദിച്ചു വാങ്ങിക്കുക, അത്രേ ഉള്ളൂ. വേണമെങ്കിൽ ഞങ്ങളെ അങ്ങനെ ആ സ്നേഹത്തിലൂടെ ഞങ്ങളുടെ കയ്യിലുള്ളതെല്ലാം ഊറ്റിയെടുത്തു എന്ന് വേണം പറയാം. ചൂഷണം ചെയ്തു എന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് എല്ലാ തരത്തിലുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു. പിന്നെ മാർട്ടിൻ എന്ന് പറയുന്നത് പരമാവധി ചൂഷണം ചെയ്യാൻ ദൃശ്യം 2 മുതല് നമുക്ക് അറിയാവുന്ന ആളുമായിരുന്നു. അപ്പം അന്ന് കുറച്ചുകൂടെ പയ്യനുമായിരുന്നു. ഇപ്പൊ പ്രായം കൂടി നല്ലാത്ത പറഞ്ഞേ. അപ്പൊ ഇപ്പൊ കുറച്ചുകൂടെ മെച്ചുവേർഡ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോ നമ്മൾ ആ ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരാളെയും കൂടിയാണ് കാണുന്നത്. വളരെ മാർട്ടിൻ ആക്ടറും കൂടിയാണ്. ആ മാർട്ടിന്റെ കുറെ റീലുകൾ കണ്ടിട്ടുണ്ട്. പിന്നെ മനോരമയിൽ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ട്. എന്റെയോ? മനോരമയില് ചട്ടയും മുണ്ടൊക്കെ ഇട്ടിട്ടുള്ള മാർട്ടിൻ ഫേമസാ. മാർട്ടിൻ എങ്ങനെയുണ്ടായിരുന്നു? അല്ല, എനിക്ക് മാർട്ടിനെ കുറിച്ചുള്ള ഏറ്റവും വലിയൊരു തോന്നിയത് ഈ കംപ്ലീറ്റ് ക്രൂ അവിടെ ഉണ്ടല്ലോ, ആ ഫ്രെയിമിനകത്ത് ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെയുള്ള ഇത് കണ്ടിന്യൂറ്റി ഉൾപ്പെടെയുള്ള ഒരാളുടെ ഡ്രസ്സിൻ്റെ കാര്യം വരെ ആണെങ്കിലും മറ്റു ശ്രദ്ധിക്കുന്നു. അതിന് വേറെ ആളുകളെ വെച്ചിട്ടുണ്ടാവും, സിനിമയ്ക്ക് നമ്മൾ വെച്ചിട്ടുണ്ടാവും. പക്ഷെ അതെല്ലാം അവിടെ ഇരുന്ന ഇത് കണ്ടിന്യൂറ്റി ആണെങ്കിലും, അല്ലെങ്കിൽ അവിടെ വേണ്ടതിന് അവിടെ ഇത് ഇരുന്ന ഫ്ലവർ വേസ്റ്റ് ഏരിയ അല്ലായിരുന്നല്ലോ, ഇതല്ലല്ലോ ഇരുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം ഇപ്പോൾ ഒരു സീൻ എടുക്കുമ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ തോന്നുന്നില്ല മനസ്സിൽ, നമുക്ക് തോന്നുക അതൊന്നുകൂടി ഒന്ന് ഇച്ചിരി ഇമ്പ്രൂവ് ആകാനുണ്ട് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആ സമയത്ത് തന്നെ മാറ്റി പറയും നമുക്ക് ഒന്നുകൂടി എടുക്കാന്ന് പറയും. അപ്പൊ ഇവര് പറയും ആദ്യത്തെ ശരിയായില്ല, അതുകൊണ്ട് വീണ്ടും റീടേക്ക് എടുക്കുന്നതെന്ന് പറയും. ആയിക്കോട്ടെ, സത്യം. അതാണ് സത്യം. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഈ സ്വർണം എന്ന് പറയുന്ന സാധനം നമ്മുടെ കനിയിൽ നിന്ന് കുഴിച്ചെടുത്തോണ്ട് വരികയാണല്ലോ. അത് അതേപടി കല്ല് കെട്ടി തൂക്കിയിട്ടുണ്ട് സ്വർണ്ണം എന്ന് പറഞ്ഞാൽ ആരും നടക്കും ഇല്ല. അത് നമ്മൾ ഉരച്ച് നീറ്റി മാറ്റുകൂട്ടി ആഭരണങ്ങളാക്കി, അങ്ങനെയല്ലേ ആഭരണമായിട്ട് ഉപയോഗിക്കുന്നത്. അതാണ് ചെയ്യേണ്ടത്. അല്ല ഇവരുടെ വിചാരം ഇവരുടെയൊക്കെ ആ കല്ല് അതേപടി ഈ കുറെ ടേക്ക് പോണതിന് ഇതായിട്ട് ഈ പഴഞ്ചൊല്ലാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് സെറ്റപ്പ്. പിന്നെ വേറെ കാര്യമുണ്ട്, ഇവരെയൊക്കെ എത്ര ഇത് മറ്റുള്ളവരെ എത്ര പറഞ്ഞു കഴിഞ്ഞാൽ അവരതേ വരുവുള്ളൂ എന്നുള്ളവർ മാറിനറിയാം. ഇനി അതിൽ കൂടുതലൊന്നും വരത്തില്ല എന്നുള്ളവരെ അറിയാം. അപ്പൊ അതുകൊണ്ട് അധികം ടേക്ക് പോവില്ല. ഇനി മേലെ ഈ വർഷം പറയുന്നത് നമുക്കൊരു ചെറിയ റാപ്പിഡ് ഫയറിലേക്ക് പോയാലോ? സിമ്പിൾ ചോദ്യങ്ങൾ. ഇത്രയും നേരം നമ്മള് ചോദിക്കാത്തതിനൊക്കെ ഉത്തരം പറഞ്ഞു. ചോദിക്കുന്നതിനാണ് ഉത്തരം പറയാൻ പോകുന്നത്. കൊച്ചു കൊച്ചു ചോദ്യങ്ങളാ. ദിനേശേട്ടന് കോൺഫിഡന്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഇമോഷൻ, അത് കരച്ചിലാണോ, ദേഷ്യമാണോ, റൊമാൻസ് ആണോ? ആക്ച്വലി എനിക്ക് എല്ലാം ചെയ്യാമെന്നുള്ളതാണ്. പക്ഷെ എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ എനിക്ക് കുറച്ച് ഹ്യൂമർ ചെയ്യാൻ
കോമഡി കോമഡിയിൽ കംഫർട്ടബിൾ ആണ്. അടിപൊളി. ഹ്യൂമർ തന്നെയാണ് എനിക്ക് ഇനിയും ചെയ്യാൻ ഇഷ്ടം. പക്ഷെ കരഞ്ഞപ്പോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതൊന്നേ ദൃശ്യം 2 കരഞ്ഞു കാണിച്ചു കാരണം പിന്നെ എല്ലാവരും കരയാനാ വിളിക്കുന്നത്. ഞാനൊരു പടത്തിൽ അങ്ങനെ ഇമോഷണൽ സീൻ ചെയ്തപ്പോ കുറെ പേര് പറഞ്ഞു ഗംഭീരം. പക്ഷെ എനിക്ക് അതേപോലെ ഒരു ഫോൺ കോൾ ഇതുവരെ ജീവിതത്തിൽ വന്നിട്ടില്ല. 2 പെർഫോമൻസിന്റെ ഇതില് ഒത്തിരി ഫോൺ കോൾസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആക്ച്വലി അപ്പൊ അതിൽ നിന്ന് ഞാൻ പറയാണ്, പക്ഷെ എനിക്ക് തോന്നുന്നു ഹ്യൂമർ ആണ് എനിക്ക് ചെയ്യാൻ ഇഷ്ടം. കരഞ്ഞാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ്. പിന്നെ തീർച്ചയായിട്ടും രമേശ് ചേട്ടന് പെർഫോം ചെയ്യാൻ കോൺഫിഡന്റ് ആയിട്ട് പറ്റുന്ന എനിക്ക് വേറെ പ്രത്യേകിച്ച് എടുത്തൊന്നും പറയാനില്ല, കൗണ്ടർ അടിക്കാൻ അതാണ് എനിക്കിഷ്ടം. പക്ഷെ അതല്ല കോൺഫിഡന്റ് കൗണ്ടർ ഉള്ള വേഷം, കൗണ്ടർ അടിക്കുന്ന വേഷം അത് ചെയ്യാൻ കോൺഫിഡൻസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഹ്യൂമറിനേക്കാളും ഉപരി അല്ലാതെ ഉണ്ട്, സീരിയസ് ഉണ്ട് കൗണ്ടർ. അത് അറിയാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്, അതറിയോ? അതാണ് അതിന്റെ ട്രിക്സ്. അപ്പൊ അങ്ങനെ പറയുന്ന കൗണ്ടർ അടിക്കുന്ന ആളുകളോട് വലിയ ഇഷ്ടമായിരിക്കും, കഥാപാത്രങ്ങളോട് പ്രേക്ഷകർക്ക് സ്വതവേ വലിയ ഇഷ്ടമാകും. അപ്പം വലിയ കൂടുതൽ അധ്വാനിക്കേണ്ട, വലിയ കൂടുതൽ ഭാവപ്രകടനങ്ങൾ നടത്തണ്ട, നമ്മൾ അന്വേഷിച്ച് നിഘണ്ടുവിലേക്ക് തേടി പോകേണ്ട കാര്യമൊന്നുമില്ല. കൗണ്ടർ അതിന്റെ സെൻസിൽ കറക്റ്റ് സെൻസ് ആയിരിക്കണം, എങ്കിലേ കൗണ്ടർ കേൾക്കുള്ളൂ. ചെറിയ ജസ്റ്റേഴ്സ് ആയിരിക്കും ചിലപ്പോ. അതെ അതെ, ചിലപ്പോൾ ഒരു തോട്ടോ ഒരു ചിരിയോട്ടോ. എക്സാമ്പിൾ ഒരു ക്യാരക്ടർ പറയും ഞാൻ അവിടെ പോകുന്ന പറയുമ്പോ സൈഡിൽ നിന്ന് ഒരാൾ അത്രേ ഉള്ളൂ, പക്ഷെ അതിലാണെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ ചിരിക്കുക. അതാ കറക്റ്റ് ടൈമിങ്ങിന് വന്നാൽ അതിന്റെ സെൻസ് കറക്റ്റ് ആണെങ്കിൽ അതാ അത്രയും നല്ലത് വേറെ ഒന്നുമില്ല. ശോഭിച്ചേട്ടന് പെർഫോം ചെയ്യാൻ കോൺഫിഡൻസ് ഉള്ള ഇമോഷൻ അല്ല, ഒരു നടനെ സംബന്ധിച്ച് എല്ലാ ഭാവങ്ങളും ചെയ്യണം. അതിപ്പോ അത് ഡിപ്പെൻസ്. ഇപ്പോൾ എന്താണ് പ്രേമം അല്ലെങ്കിൽ ഒരു റൊമാൻസ്, ഇത് റൊമാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ചെയ്യുന്ന ആളുടെ ഒരു രൂപവും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ആയിരിക്കണം. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ളത് വില്ലൻ ക്യാരക്ടേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുള്ളത് രൗദ്രഭാവം തന്നെയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ എനിക്ക് ചെയ്യാൻ ഇഷ്ടം ഹ്യൂമറുണ്ട്. ഹ്യൂമർ ഇപ്പം ഞാനിപ്പോ പക്ഷെ ഞാൻ സീരിയസ് ആയിട്ടാണ് ചെയ്യുന്നത്. സീരിയസ് ആയിട്ട് ചെയ്യുമ്പോൾ അത് ഹ്യൂമർ വന്നു പോകുന്നതാണ്. അത് അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ വരത്തൻ എന്ന സിനിമ, അതാണ് അതിനകത്ത് ഏറ്റവും ഇതായിട്ട് ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. വരത്തൻ സിനിമയിൽ ഞാൻ വളരെ സീരിയസ് ആയിട്ട് വളരെ ഇതായിട്ട് കാഷ്വലായിട്ട് പറയുന്നതാണത്. പക്ഷെ ആ സിറ്റുവേഷനിൽ അത് പറഞ്ഞപ്പോൾ ആളുകൾ ചിരിച്ചു. ഇവന് ദുബായിൽ എന്തായിരുന്നു പണി എന്നുള്ള ആ ചോദ്യം, അത് അന്നേരം കംപ്ലീറ്റ് അവിടെ വലിയ വെടിവെപ്പും ബഹളവും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആൾക്കാർ അപ്പൊ അങ്ങനെ. പക്ഷെ എനിക്കത് ഹ്യൂമർ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ കംഫർട്ടബിൾ ഈ പറഞ്ഞ പോലെ സീരിയസ് ക്യാരക്ടേഴ്സ് തന്നെയാണ് കംഫർട്ടബിൾ ആയിട്ട്. സീരിയസ് ആയിട്ട് ഹ്യൂമർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഹ്യൂമർ ലെവലിൽ ഹ്യൂമർ ചെയ്യുന്ന ആൾക്കാർ. രണ്ടും ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ചേട്ടനൊക്കെ ഭയങ്കര സീരിയസ് ആണ്, പക്ഷെ അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് കോമഡിയാണ്. അത് പറയുമ്പോഴാണ് ഞാൻ മൂകലരായത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ആ സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോൾ അച്ഛനെ ഈ അഭിനയിക്കുന്ന സമയത്ത് ലോജിക്കൊക്കെ ചോദിക്കും, സംവിധായകനോട് ചോദിക്കും. ഒരു സീൻ പറഞ്ഞു ഇതെന്താ എന്റെ ലോജിക്ക് എന്ന് ചോദിച്ചു. ഉടനെ എന്റെ സംവിധായകൻ പറയാം, ലോജിക്കൊന്നുമില്ല ഏട്ടാ, വട്ടല്ലേ. അപ്പൊ അച്ഛൻ ശരിയാണല്ലോ, വട്ടാണല്ലേ, അപ്പൊ വേണ്ട ലോജിക്ക് വേണ്ട, കുഴപ്പമില്ല എന്ന് പറഞ്ഞ പോലെ ആ പടം കണ്ട നമ്മള് ഇപ്പോഴും നമുക്കത് കണ്ട് ഓരോ സീക്വൻസ് കണ്ട് നമ്മൾ ചിരിക്കും. 100% ഞാൻ യോജിക്കുന്നു. ആ സീനിലെ എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ സംഭവം അറിയാവോ? പുള്ളി വന്ന് കീറി നിന്നിട്ടേ ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ താമസിച്ചു പോയി. അവിടെ നിന്നാണ് കീറുന്നത്. അപ്പൊ ആൾക്കാര് ഇവിടെ മെയിൻ ആയിട്ടുള്ള ഒരാളായിരുന്നു. അത് ഭയങ്കര അത് ഒരു ഗസ്റ്റർ പറയുന്ന ഞാൻ താമസിച്ചു ആളെ കയറ്റി വിടുന്നു ഫീലാണ് അതേ വരുന്നത്. VIP ഫീൽഡിൽ കയറ്റി നേരെ സ്റ്റേജിൽ. അതുപോലെ തന്നെ നാടോടിക്കാട്ടിൽ അനന്തൻ നമ്പ്യാര് സീരിയസ് ആയിട്ടാണ് പറയുന്നത്. അത് പുള്ളി അത് ഹ്യൂമറിന് വേണ്ടിയിട്ടിട്ടതാണോ എന്ന് എനിക്കറിയില്ല. ഞെട്ടലാണോ? ഒരു ഞെട്ടലുണ്ട്. അയ്യോ, എപ്പോഴും ഞെട്ടലാണ്. അതെന്താ ഏറ്റവും എനിക്കത് അച്ഛൻ ആ ചെയ്തിരിക്കുന്ന എനിക്ക് ഇഷ്ടപ്പെട്ടത് വെച്ചാല്, ഇപ്പൊ ഫോൺ ബെല്ലടിക്കുമ്പോൾ പുള്ളി ഞെട്ടും. ഫോൺ ഇരിക്കുന്ന അവിടെയാണ്. ഇപ്പൊ പുള്ളി ഇവിടെ ഇരിക്കുകയാണ്, ഫോൺ അവിടെ ഇരിക്കുവാണെങ്കിൽ പുള്ളി ഞെട്ടിട്ട് നോക്കുന്ന അങ്ങോട്ടാ, ഇവിടെ നോക്കൂല. അതുപോലെ ഡോർ അടയ്ക്കുമ്പോ ഡോർ തുറക്കുമ്പോ ഞെട്ടും, ഡോർ അടയ്ക്കുമ്പോ ഞെട്ടും. പ്രഭാകര
ഡയറക്ടർ ത്രില്ലറുകളുടെ കൂടെ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുള്ള ആളാണ്. ഡയറക്ടർക്ക് പെർഫോം ചെയ്യിപ്പിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഇമോഷൻ ഏതാണ്? പെർഫോം ചെയ്യിപ്പിക്കാൻ ബെസ്റ്റുള്ള ഇമോഷൻ എന്താണ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കോമഡി ചെയ്യിപ്പിച്ചാൽ കൊള്ളാമെന്ന് ഭയങ്കരമായിട്ട് പെർഫോം. കാരണം നമുക്ക് കാണാൻ തന്നെ ഒരു രസമാണ്, നമ്മളൊരു ആർട്ടിസ്റ്റ് നമുക്ക് പെർഫോം ഈ- ചെയ്യുന്ന കാണാനായിട്ട്. സത്യം. എന്തുകൊണ്ട് കോമഡി എന്നിട്ട് കറക്റ്റ് ആയിട്ട് വർക്കായാൽ ഏത് കാലഘട്ടത്തിലും വിജയിക്കുന്ന ഒരു അതെ ജോണാണ്. അതെ എന്നിട്ട് എന്തുകൊണ്ട് ത്രില്ലർ? അല്ല ആദ്യ അതല്ല, സിനിമ. ഞാൻ ത്രില്ലർ ചെയ്യണമെന്ന് തുടങ്ങിയ ഒരാളല്ല. ആക്ച്വലി എനിക്ക് വേറെ ഇപ്പൊ എനിക്ക് റൊമാൻസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, ഈ പല പല ജോണറുകൾ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ള ആളാണ്. പക്ഷെ ഇതിന്റെ ഒരു കഥ കേട്ട് സ്ക്രിപ്റ്റ് ഇത് ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഇതിലേക്ക് വന്നതാണ്. അല്ല ഇത് ഫസ്റ്റ് പടം ത്രില്ലറിൽ തുടങ്ങാം എന്നോർത്ത് തുടങ്ങിയൊന്നുമല്ല. ഒന്നുമല്ല. അങ്ങനെയാണ്. ഇനി എന്റെ അടുത്ത റാപ്പിഡ് ഫയർ ക്വസ്റ്റൻ ആണ്. അതായത് ഇനിയുണ്ടോ? ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. ഇത് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ എനിക്ക് കുറച്ച് നൊസ്റ്റാൾജിയ കിട്ടുമെന്ന് തോന്നുന്നത്. അതായത് ചില സ്മെല്ലുകൾ നമ്മളെ പെട്ടെന്ന് ചൈൽഡ്ഹുഡിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഈ സ്മെല്ല് പെട്ടെന്ന് കിട്ടുമ്പോൾ കണക്ട് ആവുന്നൊരു മെമ്മറി അങ്ങനെ, അല്ലെങ്കിൽ ആ ഒരു സ്മെല്ല് എന്താണ്? അതിന് സ്മെല്ല് എവിടെ? അല്ല അങ്ങനെ ഒരു പെട്ടെന്ന് അല്ല, ആരോടാ ചോദിച്ചത്? എല്ലാവരോടും ദിനേശ് എന്നെ തുടങ്ങാം. ആ ബ്രെയിനിൽ ആലോചനയിൽ തോന്നുന്ന The smell that instantly ശരിയാ. connects അല്ല, to അത് a child. ശരി, ചില പെർഫ്യൂംസ് ഒക്കെ നമുക്ക് അങ്ങനെ തോന്നും. ചില കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന പെർഫ്യൂംസ് പെട്ടെന്ന് ഒഴിഞ്ഞ ബോട്ടിലൊക്കെ ഉണ്ടാവത്തില്ലേ, ആ. നമ്മളത് നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഒന്ന് റീവെന്റ് അടിച്ച് അങ്ങോട്ട് പോവാറുണ്ട്. എനിക്ക് എല്ലാ വർഷവും ഈ ചക്ക, മാങ്ങ, ആ. മാമ്പഴം ഒക്കെ മണക്കുമ്പോൾ പെട്ടെന്ന് അറിയാതെ ചെറുപ്പകാലത്തേക്ക് ഒരു ട്രാവൽ നടത്തും. അന്ന് മാവിൻ്റെ വീട്ടിൽ ഓടിയതും പറിച്ചതും ചക്കപ്പഴം തിന്നതും ഈ ആഞ്ഞിലി ചക്ക, അങ്ങനത്തെ പല പല ഫ്രൂട്ട്സിന്റെ മണമുള്ളൂ. അത് ഇപ്പോഴും നമ്മളെ പഴയ കാലത്തേക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്യിക്കാറുണ്ട്. ചക്ക കഴിക്കുമ്പോൾ ആ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പണ്ട് ചക്ക കഴിച്ചത് ഓർമ്മ വരും. അല്ലാണ്ട് ഒരിക്കലും നമുക്ക് ആ പണ്ട് കഴിച്ച ചക്കയുടെ ടേസ്റ്റോ രൂപമോ ഒന്നും ഓർമ്മ വരില്ല. പക്ഷെ ഇത് കഴിക്കുന്ന സമയത്ത് നമുക്കത് ഓർമ്മ വരും. അങ്ങനെ ഒരു പ്ലാവിൽ അങ്ങനെ ഒരു ചക്ക ഉണ്ടായിരുന്നു, നമ്മളത് പറിച്ചു തിന്നതൊക്കെ ഇങ്ങനെ. മരം കയറിയത് എനിക്ക് ഓടിപ്പോയി. അന്ന് മുതൽ മരം കയറുന്ന പരിപാടി ഉണ്ടായിരുന്നു തോന്നുന്നു. ഈ ഫ്രൂട്ട്സും ഇങ്ങനത്തെ സാധനങ്ങളുമാണ് എന്നെ അതിലേക്ക് കണക്ട് ചെയ്യിക്കുന്നത്. കൃഷ്ണപ്രഭയ്ക്ക് ആ. അതുപോലെ ഫുഡും ഉണ്ട് കേട്ടോ, ചില ആ. ടേസ്റ്റുള്ള കറികൾ കഴിക്കുമ്പോഴും അങ്ങനെ ഓർമ്മ വരും പഴയ അതെ, കാലം. അതെ, അതെ. ഈ പറഞ്ഞ കാര്യം നമ്മളെല്ലാവരും ചക്കയും മാങ്ങയും മരങ്ങളുമായിട്ടും പിന്നെ എനിക്ക് പെട്ടെന്ന് സ്റ്റെറജിക്ക് അടിക്കുന്നതാണ് പശു ഇല്ലേ. ആ. എൻ്റെ അച്ഛൻ്റെ വീട്ടിലൊക്കെ പശുവുണ്ട് പാലായില്. അപ്പോൾ പണ്ട് വെക്കേഷൻ ചെന്നാൽ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഓടി പറമ്പിൽ പോയി ഈ തൊഴുത്തും പശുക്കുട്ടി അവരൊക്കെ ആയിട്ട് കറങ്ങുക, അതൊക്കെയായിരുന്നു. അപ്പൊ ഈ ചില പശുക്കളിന് മണം അടിക്കുമ്പോൾ പശുക്കൾ പെട്ടെന്ന് തൊഴുത്തിനൊരു പശുക്കൾക്ക് മണമുണ്ട്. ഒരു തൊഴുത്തിന്റെ പ്രത്യേക smell തൊഴുത്തിനൊരു ഉണ്ട്. മണമുണ്ട്. തൊഴുത്തിനൊരു മണമുണ്ട്, ചാണകത്തിന്റെ ഒക്കെ ഒരു ആ ഉണങ്ങിയ ഒരു ഒരു മണമാണ്. മണമുണ്ട്. ഉണ്ട്, ഉണ്ട്. അപ്പൊ പശുവിന്റെ ഒക്കെ വരുമ്പോ പെട്ടെന്ന് നമ്മളെ വെക്കേഷൻ ഒക്കെ അവിടെ പോയി നിൽക്കുന്ന ഒരു ഫീല് വരും. ചിലപ്പോ ഈ ചില സമയത്ത് പാലക്കാട് പല സ്ഥലത്ത് പോകുമ്പോൾ വൈക്കോലില്ലേ, ആ. ആ വൈക്കോലിന്റെ ഒരു സ്മെല്ലുണ്ട്. പൊടിക്കൊരു മണം വൈക്കോൽ പൊടിക്കലാണ്. അപ്പൊ ഈ വൈക്കോൽ കൊണ്ട് പണ്ട് കാലത്ത് ഇങ്ങനെ തുറു പോലെ എന്തായാലും പറയാ, വൈക്കോൽ തുറു. വൈക്കോൽ തുറു ഉണ്ടാകുമല്ലോ, അതിൽ നിന്ന് ഇങ്ങനെ വലിച്ചിട്ടല്ലേ എടുക്കുക. അതെ. അതിന്റെ മേളിൽ പിടിച്ച് കയറിയത് ആ വൈക്കോലിന്റെ സ്മെല്ലിൽ നിന്ന്. രമേശന്റെ സ്മെൽ ആ എനിക്ക് ഞാൻ 10ാം ക്ലാസ് പഠിച്ചത് വാഴൂര് ആയിരുന്നു, കോട്ടയം. കോട്ടയത്ത് വാഴൂര്. 1940-കളിലെ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കഥയാണ്. അല്ലേ? പിന്നെ 10ാം ക്ലാസ് ഞാൻ പഠിക്കുന്നത് പറയുമ്പോൾ സാമാന്യ ബുദ്ധി ആർക്കും ചിന്തിച്ചുകൂടെ? അതിനകത്ത് കള്ളത്തരമൊന്നും ഇല്ലല്ലോ, ഉണ്ടോ? ഇല്ല. 10ാം ക്ലാസ് മുഴുവനും ഇതില്ല, പരീക്ഷ എഴുതിയാൻ എന്തായാലും. അപ്പൊ ഇപ്പോഴും അന്വേഷിച്ചിട്ടില്ല തോറ്റോ ജയിച്ചോന്ന്? ഏതാ ഇപ്പോഴും അന്വേഷിച്ചിട്ടില്ല തോറ്റോ ജയിച്ചോന്ന്? തോക്കുന്നുള്ളവർ എനിക്കറിയാലോ, പിന്നെ നമ്മൾ അന്വേഷിക്കാൻ പോകേണ്ട കാര്യമില്ല. കാരണം പലപ്പോഴും അതുകൊണ്ട് എന്ത് പ്രയോജനം പുള്ളിക്ക്? എനിക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനം വരെ ഉണ്ടായിട്ടില്ല. അതെ. ആ അപ്പൊ അങ്ങനെ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോ അവിടെ ഒരു വല്യമ്മയുടെ മക്കളിൽ 4-5 മക്കളുണ്ട്. അതില് രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞാൽ കൃഷി കാര്യങ്ങള്, കന്നുകാലികള് ഇതിനെയൊക്കെ നോക്കുന്നത്. അവർക്ക് ഇഷ്ടം പോലെ റബ്ബറുണ്ട്, ആ. ഒരുപാട് റബ്ബർ തോട്ടങ്ങളുണ്ട്. ആ. അപ്പൊ ഇവനെ സംബന്ധിച്ച് ഇവൻ പള്ളിക്കൂടത്തിൽ പോകുന്നവനും പഠിക്കാൻ ഒട്ടും പഠിക്കത്തില്ല, ഒരു എല്ലാത്തിനും 0 മാർഗം മറ്റാണ് കിട്ടിക്കൊണ്ടിരുന്നത്. നമ്മളെ റേഞ്ച്. അങ്ങനെ അവന് കൃഷി കാര്യങ്ങള്, കന്നുകാലികളെ, കോഴി, താറാവ് ഇങ്ങനെയൊക്കെയുള്ള കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നത്. ആ. അപ്പൊ അവൻ ഒരു ഇരയെ കിട്ടിയ പോലെയായിരുന്നു ഞാൻ അവിടെ ചെന്നപ്പോ മോന്. ഈ ഒരു പണിക്കാരനെ കിട്ടിയ പോലെ എന്നെ കൊണ്ട് ഈ പണിയിക്കാനും വരിക്കാനും കൂടെ. അവൻ പണിയും കേട്ടോ, ആ. അവന്റെ കൂടത്തിൽ ഞാനിവിടെ ചെല്ലണം. ആ. അങ്ങനെയായി. അപ്പൊ അവിടെ ഒരു പരിപാടിയുണ്ട്, ഈ ഷീറ്റ് അടിക്കുന്നതിൽ ഈ വീടിനോട് ചേർന്ന് കുറേ സ്ഥലത്ത് റബ്ബർ ഷീറ്റ് ഉണ്ട്, കുറേ റബ്ബർ ഷീറ്റ്. ആ. അപ്പൊ ഇത് നമുക്ക് അവിടെ താഴെ റബ്ബർ അടിക്കുന്ന സംഭവം, ഷീറ്റ് അടിക്കുന്ന സംഭവമുണ്ട്. വിറകുവര. ആ അതുപോലെ അതിൽ ഏറ്റവും പ്രയാസമുള്ളത് ഈ ഷീറ്റ് എക്സ്പീരിയൻസ് ഉള്ള ആളിനെ ഇതിലേക്ക് വെച്ചു കൊടുത്ത് ഇങ്ങനെ അല്ല, കറക്കാനാ. കറക്കുന്ന എക്സ്പീരിയൻസ് വേണ്ട. ഈ വെച്ച് വെച്ചു കൊടുത്ത് കറക്റ്റ് പിടിച്ചില്ലെന്നൊരു ഇത് മുറിഞ്ഞു പോകും. മുറിഞ്ഞു പോകും. ആ അല്ല മുറിഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ ഇത് ഷേപ്പ് മാറി. കൈ അടയപ്പെടും. പിന്നെ കൈയടപ്പും അവൻ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അത് അവൻ പിടിച്ചു വെക്കും. ഞാൻ കറക്കി കൊടുക്കണം. ആ. ചങ്ക് പറയുന്ന ഏർപ്പാടാണ് ഈ കറക്കി കൊടുക്കുക എന്ന് ആ. പറയുന്നത്. ഇത് ലാസ്റ്റിലേക്ക് വരുമ്പോഴത്തേന് ഇതിന്റെ ഇത് കൂട്ടിയിടും. ആ. അകലം കുറച്ച് Size വന്നിട്ട് ജാമായിട്ട് വരുന്ന സംഭവമാണല്ലോ. അപ്പൊ അങ്ങനെ ആ സമയത്ത് ഇത് കറക്കി എടുക്കുന്നത് ഈ വലിയ പാടാ. ദിവസവും ഈ പരിപാടി വൈകിട്ട് 4 മണി കഴിഞ്ഞ് വന്നിട്ട് ചെയ്യണം. ആ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സംഭവം നിൽക്കുന്നത്. അപ്പൊ അങ്ങോട്ട് ചെല്ലുമ്പോഴേ
അവിടെ ഈ റബ്ബർ ഷീറ്റ് അടിക്കുന്നിടത്ത് ഒരു വല്ലാത്ത മണമാണ്. അത് സ്മെല്ല് ഇപ്പോഴും ഓർമ്മ. ഉണ്ട്. ഈ സ്മെല്ല് ജീവിതത്തിൽ എവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് ആ കാലഘട്ടങ്ങൾ ഇങ്ങനെ ദയനീയമായ ആ ഒരു അവസ്ഥ. കറക്കല്. ഈ കറക്കും അല്ല ആ ഒരു ഇത്. ഒട്ടുപാലം എന്നൊക്കെ പറയില്ല, അതിന്റെ ഒരു മണം വരും. അത് അതിന്റെ സ്മെല്ല് എപ്പോ കേട്ട് കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് ഇവന്റെ മുഖം അത് തെളിഞ്ഞു വരുന്നത്. ആണോ? അതാണ് 10ൽ പാതി പഠിച്ചു എന്ന് പറഞ്ഞല്ലേ? അതെ അതിന്റെ 5ാം ക്ലാസ്. ലാസ്റ്റ് 10ൽ പാതി വെച്ച് പഠിത്തം തെളിഞ്ഞു 5. 8ല് പാതി ഇങ്ങനെയാണോ? പക്ഷെ എന്നോട് പലരും ഏത് കോളേജിലാണ് പഠിച്ചത്, അവിടെ ഏത് കോളേജിലാണ്, CMS. NSS ആണോ, NS കോളേജിലാണോ വഴി പക്ഷെ എന്നൊക്കെ എന്നോട് ചോദിക്കുമ്പോ ഞാൻ പിന്നെ എങ്ങാന്നും പറയും. അതെ, അവർക്കൊരു സന്തോഷമായിക്കോട്ടെ. അല്ല നമ്മളെന്തിനാ അവരെ അതെ, നിരുത്സാഹപ്പെടുത്തുന്നത്? അങ്ങനെ ഒരാൾ സമ്മതിക്കില്ല. ആഗ്രഹിക്കുന്നത് അവരെ ഇന്നത് ഇന്നത് അവിടെ ആണെന്ന് പറയണമെന്ന കരുതല്ല അവർ ചോദിക്കുന്നത്. ഓക്കെ. ഓക്കെ NSSലാന്ന് പറയും. NSS സ്കൂളും NSS തന്നെയാ. നമ്മൾ ശോഭിച്ചേട്ടന്റെ കള്ളം പറയില്ല നമ്മുടെ മനസ്സിന്റെ മുമ്പില്. ശോഭിച്ചേട്ടന്റെ അല്ലേ, എനിക്കും ഈ പറയുന്ന പോലെ തന്നെ ഇപ്പൊ ദിനേശ് പറഞ്ഞ പോലെ ഈ പറഞ്ഞ മാമ്പഴത്തിന്റെ മണം കേട്ടാൽ നമ്മൾ ഈ സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് റോഡ് സൈഡിലുള്ള എല്ലാ മാവിലും കല്ലെറിഞ്ഞ് മാങ്ങ പറിച്ചൊക്കെ പോകുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഓർമ്മ വരും. പക്ഷെ എങ്കിലും എനിക്ക് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് കൊണ്ട് പറയുകയാണ്, 2 സ്മെല്ല്. ഒന്ന് അത് 2 കാലഘട്ടങ്ങളിലാണ്. ഒരു സ്മെല്ല് ചോദിച്ചാൽ അല്ല, അത് 2 കാലഘട്ടങ്ങളിലാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറഞ്ഞാൽ ഈ മത്തി വറക്കുന്ന മണമില്ലേ, ആ മണം വന്നു കഴിഞ്ഞാല് ഞാൻ പണ്ട് ട്യൂഷൻ അത് പഠിച്ചത്, ഞാനും പറയാൻ പറ്റില്ല. നിയമത്തേക്ക് വേറൊരു ഒന്നുകൂടെ നല്ല അതെ, മണം. ഞാൻ ട്യൂഷൻ പഠിച്ചിരുന്ന ട്യൂഷൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ മുകളിലത്തെ നിലയല്ല, അതിന്റെ താഴത്തെ നില അങ്ങേറ്റത്ത് അന്നത്തെ കാലത്താണ്, ഇന്നത്തെ അല്ല, അന്ന് ഒരു കള്ളുഷാപ്പ് എന്ന് വെച്ചാൽ കള്ളുഷാപ്പല്ല, ചാരായ ഷാപ്പ്. അപ്പൊ ഈ ചാരായ ഷാപ്പില് ചാരായം കുടിക്കാൻ വരുന്നവർക്ക് വേണ്ടിയിട്ട് മീൻ വറക്കുന്നു. അപ്പൊ ഞങ്ങൾ സ്കൂളിൽ അവിടെ മോളിൽ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുക. ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്മെല്ല് വരും ഉച്ചയാകുമ്പോ, ഈ മീൻ വറക്കുന്ന മണം. നമ്മൾ സത്യം പറയാലോ, ചോറ് കൊണ്ടുപോയാൽ കറി വേണ്ട, ഈ മണം അപ്പൊ എന്റെ ആ സ്കൂൾ കാലഘട്ടങ്ങളൊക്കെ നമുക്ക് ഈ മത്തി വറക്കുന്ന മണം കേൾക്കുമ്പോൾ ഓർമ്മ വരും. അതുപോലെ തന്നെ സമയത്ത് പെട്രോളിന്റെ സ്മെല്ലുണ്ട്. പെട്രോളിന്റെ സ്മെല്ല് ഭയങ്കരമാണ്. കാരണം അത് ഭയങ്കര നമ്മുടെ ഈ കോളേജ് കാലഘട്ടങ്ങളിൽ നമുക്ക് ബൈക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ബൈക്കിലാണ് സ്ഥിരം യാത്ര. മിക്കവാറും പെട്രോൾ തീർന്ന് പലപ്പോഴും നിൽക്കാറുണ്ട്. അതെ, അപ്പോൾ ഈ പെട്രോൾ തീർന്ന് നിൽക്കുമ്പോൾ പെട്രോൾ പമ്പ് വരെ പോകണ്ടേ? ഈ പമ്പ് വരെ പോകാനായിട്ട് പെട്രോൾ ടാങ്ക് തുറന്നിട്ട് ഊതിയിട്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പെട്രോളിന്റെ സ്മെല്ല്, ഭയങ്കര ഇഷ്ടമാണ്. അതെന്താന്ന് അപ്പൊ ഇത് പെട്രോൾ പമ്പില് ഇപ്പൊ വണ്ടി പെട്രോൾ ചെയ്യാൻ കയറുമ്പോഴേക്ക് ഈ സ്മെല്ല് കേൾക്കുമ്പോൾ ഞാൻ ഓർമ്മ വരുന്നത് അന്ന് ഈ ബൈക്ക് തള്ളിയതും ഊതിയതൊക്കെ. അങ്ങനെ ഈ പുസ്തകം മറച്ചിട്ട് മണക്കുമ്പോ പുസ്തകത്തിനൊക്കെ നമുക്ക് സ്കൂളിലൊക്കെ കിട്ടുന്നില്ല. പറഞ്ഞപ്പോ ഞാൻ കഴിഞ്ഞ ഒരു മാസം മുമ്പ് കണ്ട ടൂറിസ്റ്റ് ബസ്സിലാണ് കയറിയത്. അപ്പൊ അതിനകത്തൊരു സ്മെല്ലുണ്ട്, എന്താ അത് ആ സ്മെല്ല് കിട്ടുമ്പോൾ ഞാൻ പഴയ സ്കൂൾ കാലത്ത് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ടൂറ് പോയ സമയത്ത് അങ്ങനത്തെ ഒരു ഫീലൊക്കെ തോന്നും. അല്ലാതെ എനിക്ക് അങ്ങനെ അപ്പൊ ആ സ്കൂൾ കാലഘട്ടമൊക്കെ ഓർമ്മ വരും. അല്ല സ്മെല്ല് കേട്ട് ഞാൻ അങ്ങനെ പഴയ കാലത്തേക്ക് പോകുന്ന ഫീലൊന്നും എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇതുവരെ ഒരു ഇന്റർവ്യൂവിലും ചോദിക്കാത്തൊരു പക്ഷെ ആ ചോദ്യത്തിന് ഉത്തരവാണെന്ന് മനസ്സിലായി. എല്ലാവർക്കും നൊസ്റ്റാൾജിയ ആണല്ലോ. അല്ല, ഈ പെർഫ്യൂം ബോട്ടിൽ ഒരു ഭയങ്കര ഇതാണല്ലോ. ഈ ദിനേശൻ ഈ മാങ്ങ കച്ചവടം പോലെ തന്നെ ദിനേശൻ ഒത്തിരി യാത്ര ചെയ്യുന്ന ആളാ. അപ്പൊ ഈ പുറത്തൊക്കെ പോയിട്ട് ഓരോ പെർഫ്യൂം ഒക്കെ കളക്ഷൻ ഉണ്ട്, ബാഗിലുണ്ടാവും. എന്നിട്ട് സെറ്റിൽ വന്നിട്ട് ഓരോരുത്തർക്കും പെർഫ്യൂം ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പറഞ്ഞപ്പോഴാ ഈ സിനിമയ്ക്ക് മുമ്പ് വരെ എനിക്ക് ദിനേശിനെ നേരത്തെ അറിയായിരുന്നു. പക്ഷെ ഈ സിനിമ കഴിഞ്ഞതിന് ശേഷമാണ് ദിനേശിന്റെ ഈ യാത്രകളെ കുറിച്ചും ദിനേശിന്റെ അറിവുകളെ കുറിച്ചും എനിക്ക് അറിവുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഞാൻ എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ ദിനേശിനെ വിളിക്കും, ദിനേശേ ഞാൻ ഇന്ന റൂട്ടിലാണ് പോകുന്നത്, നല്ല ഹോട്ടൽ എവിടെ ഉണ്ട്, അവിടെ പോയിട്ട് ഇന്ന സ്ഥലത്ത് പോയാൽ ഇന്ന ഹോട്ടലുണ്ട്. അല്ല, ദിനേശന്റെ ഇൻസ്റ്റ പേജ് ഒക്കെ കാണാൻ നല്ല രസമാണ്. പെർഫ്യൂമിന്റെ കാര്യം ചുമ്മാ പറയുന്നത്, വെറുതെ പറയുന്നത്. ഇതുവരെ എനിക്ക് ഒരു അനുഭവം ഇല്ല അങ്ങനെ തന്നിട്ടുള്ള. അല്ലെങ്കിൽ അങ്ങനെ തെളിയിക്കട്ടെ പറയുന്നത്. എനിക്ക് തന്നിട്ടില്ല കേട്ടോ. ഞാൻ സാക്ഷിയായി. അതൊക്കെ പോട്ടെ. ഈ സ്മെല്ല് ചോദിച്ചതിന്റെ പേര് ഞങ്ങളെ കോട്ടയത്ത് ഏതോ റബ്ബർ തോട്ടത്തിൽ കൊണ്ടുപോയി ഷീറ്റ് അടിച്ചു. അതാണ് ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇവരെല്ലാരും പറഞ്ഞത് ഒറ്റ കാര്യം പറയാം, ഭക്ഷണം തിന്നുന്ന ഒറ്റ വിചാരം.
ജീവിതത്തിൽ വേറെ യാതൊരു വിധത്തിലുള്ള ഒരു ഇതില്ല. അല്ല ഇവിടെ ഞാൻ ചാണകം പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ആ, പെട്രോൾ അല്ല പറഞ്ഞില്ലേ? പശുവിന്റെ നല്ല മണോ പറഞ്ഞു. അല്ല പെട്രോൾ പറഞ്ഞില്ലേ? അതിന്റെ മനസ്സിൽ ഉള്ളിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു പയ്യന്റെ മാനസികമായ വ്യഥയും കൂടെ നിങ്ങൾ അതല്ല അതിന്റെ പിന്നിൽ സത്യത്തില് ആ ഒരുപാട് rubber സംഭവം അത് sheet മനസ്സിലാക്കണം. അടിക്കുമ്പോൾ അവിടെ വീഴുന്ന അത് ഭയങ്കര waste സിനിമയ്ക്കുള്ള പറക്കി സാധനമാണ്. വെക്കലായിരുന്നു പരിപാടി. ഇന്ന് കേസാണ് അങ്ങനെ ചെയ്താൽ. അടിമ വേല ചെയ്യിപ്പിക്കുന്നു പറഞ്ഞ് വേല ചെയ്യിപ്പിക്കുന്നു പറഞ്ഞ് ബാലവേല പക്ഷെ അവിടെ ചെയ്യിപ്പിക്കുന്നത് അകത്ത് പോകും. അത്ര വലിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ദൃശ്യത്തിലൊക്കെ പോലെ ആയാലും ഒരു സീൻ കാണിച്ചില്ല. അതായത് ഈ ഷീറ്റ് അടിക്കുമ്പോ വരുന്ന വേസ്റ്റ് ഉണ്ട് ഒട്ടുപാലം എന്ന് പറഞ്ഞാൽ അത് പറക്കിക്കൊണ്ട് നല്ല കാറ്റാ. അതിന് വേണ്ടിയിട്ടാണ് രണ്ടുപേരും ഷീറ്റ് അടി മുറിഞ്ഞു വീഴുന്ന കഷ്ണങ്ങൾ വാരി പോക്കറ്റിൽ ഇട്ടിട്ട് പോയിട്ട് അത് മാസം അവിടെ ചന്തയെ കൊണ്ട് വിൽക്കും. അതൊന്നും പറ്റത്തില്ല അവിടെ ഒന്നും. അതൊന്നും പറ്റത്തില്ല. എന്റെ അമ്മേ റാപ്പിഡ് ഫയർ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. മൊത്തത്തിലൊരു fire. ഞാൻ ചോദിക്കുന്നേക്കാൾ കൂടുതൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ എനിക്ക് ഒരുപാട് അതെ, പക്ഷെ സന്തോഷമായി. ഇത്ര ടെലികാസ്റ്റ് നമ്മൾ ഒരു പൂവല്ലേ ചോദിച്ചുള്ളൂ. ഇത് cut വസന്തം തന്നെ ഇതൊക്കെ എന്ത് ഇതൊക്കെ ഇച്ചിരി ഉള്ളൂ. നിങ്ങളെ ലൊക്കേഷനിൽ വരണമായിരുന്നു. ചിരിച്ചിട്ട് എനിക്ക് അവളൊക്കെ വേനെടുക്കണം. താങ്ക് യു സോ മച്ച്. ഓക്കെ, ദൃഢം ഒരു വലിയ സക്സസ് ആവട്ടെ. ദൃഢം നിങ്ങൾക്കൊരു ദൃഢമാവട്ടെ. താങ്ക് യു സോ മച്ച്. എല്ലാവരും വന്ന് തിയേറ്ററിൽ തന്നെ ഒന്ന് സിനിമ കാണണം എന്നുള്ള ഒരു അഭ്യർത്ഥനയോടെ Thank you.